വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച് പരിപാടി സംഘടിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ റാപ്പർ വേടൻ നടത്തുന്ന പദയാത്ര കൊച്ചിയിൽ. ആസാദി യാത്ര എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പേരിലാണ്. ഈ വിജയം നമ്മുടെ കൂടി വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി. നിതിൻ സേവിയർ ആ സ്ഥലത്തു നിന്നും ചേരുന്നുണ്ട്. നിതിൻ, ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും പാട്ടുപാടുകയും പറയുകയും ഒക്കെ ചെയ്തതിന് കേസടക്കം ഉണ്ടായിട്ടുള്ള സംഭവം നമുക്കറിയാം. പക്ഷേ രാജ്യ തലസ്ഥാനത്ത് തന്നെ കണ്ടിട്ടുള്ള ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ, അത് കണ്ടവർക്ക് അറിയാം, അവർക്കൊപ്പം നിൽക്കുന്നവർക്ക് അറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. വേടനും അതിൽപ്പെട്ട ഒരാളാണ്. എന്തു വന്നാലും പിന്നോട്ടില്ല എന്ന് പറയുന്ന പദയാത്ര കൊച്ചിയിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താടാ കാണിക്കുന്നത്? അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഡൽഹിയിൽ നടന്ന യുവതലമുറയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സമരവും അതിന്റെ ഒടുവിൽ കഴിഞ്ഞ ദിവസവും അതിന്റെ വിജയവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നിന്നൊക്കെ ഒട്ടേറെ പേർ ഡൽഹിയിൽ പോയി ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. പക്ഷേ എല്ലാവർക്കും ഡൽഹിയിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ കേരളത്തിലും ഇതിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ പരിപാടി നടന്നത്. പനമ്പള്ളി നഗറിൽ നടന്ന ഈ പരിപാടി വലിയ സാംസ്കാരിക നായകരും സിനിമാ താരങ്ങളും ഗായകരും എഴുത്തുകാരും ഒക്കെ പങ്കെടുത്ത പരിപാടിയാണ്. വലിയ ഒരു ഐക്യദാർഢ്യ സദസ്സാണ് ആ പരിപാടിയിൽ നടന്നത്. ആ പരിപാടിക്ക് പങ്കെടുത്തവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കേസെടുക്കുന്നത്. കണ്ടാലറിയുന്ന 100 പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതിനെ രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം, അതായത് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വശത്ത് ഈ സമരത്തിൽ പങ്കെടുത്ത് അതിന് നേതൃത്വം നൽകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻനിരയിൽ നിൽക്കുമ്പോൾ അതേ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ അതിന്റെ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ UDF സർക്കാരിന്റെ പോലീസ് ഇവിടെ ആ പരിപാടി സമാനമായ രീതിയിൽ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിക്കെതിരെ കേസെടുക്കുന്നതിൽ വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അത് കേസെടുക്കാൻ പാടില്ലായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് കേസെടുത്തത് എന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു യാത്ര നടത്താൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് ധർമാന്തര പ്രധാൻ രാജിവെക്കുന്നതും അടക്കമുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ വേടന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ വിജയം, നമ്മളുടെ വിജയം, ജനാധിപത്യത്തിന്റെ വിജയം എന്ന പേരിൽ ഒരു ആസാദി യാത്ര, ഒരു പദയാത്ര നടത്തുകയാണ്. ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ തൊട്ടടുത്തുള്ള രാജേന്ദ്ര മൈതാൻ വരെയാണ് ഈ പദയാത്ര നടക്കുന്നത്. സമരം അവസാനിക്കുന്നില്ല, അത് തുടരും, അവസാനം വരെ തുടരും. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ ശബ്ദത്തിന് അഭിവാദ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കലാകാരന്മാരും വിദ്യാർത്ഥികളും യുവജന സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആസാദി യാത്ര ഇവിടെ നടക്കുന്നത്. 3 മണിക്ക് ആരംഭിച്ച, അല്പസമയം മുൻപ് ആരംഭിച്ച ഈ ആസാദി യാത്ര വളരെ കുറച്ച്, ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് രാജേന്ദ്ര മൈതാനത്തെത്തും. അതിനുശേഷം നിരവധി കൂട്ടായ്മകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ അടക്കം ഇതിന്റെ ഭാഗമാകും. 8 മണിവരെ ഇവർ പാട്ടും പ്രതിഷേധവും അല്ലെങ്കിൽ വിജയാഹ്ലാദവുമൊക്കെയായി ഇവിടെ നിൽക്കുകയും ചെയ്തു. 8 മണിവരെ ഈ പരിപാടി നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലീസിന്റെ നടപടി, വേടനടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത 100 പേർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടി വലിയ വിമർശനം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പദയാത്ര നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വേടനടക്കമുള്ളവർ എത്തുന്നത്. ഏതായാലും നിലവിൽ മഴയുണ്ടെങ്കിൽ പോലും നിരവധി ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. രാജേന്ദ്ര മൈതാനിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും പനമ്പള്ളി നഗറിലെ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്, നിരവധി ആളുകൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിരവധി ആളുകൾ, സാംസ്കാരിക നായകരടക്കമുള്ളവർ, സിനിമാ താരങ്ങളടക്കമുള്ളവർ, കലാകാരന്മാർ, അങ്ങനെ നിരവധി ആളുകൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി എത്തിച്ചേരും. ഏതായാലും ഈ പദയാത്ര ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് അധികം വൈകാതെ തന്നെ രാജേന്ദ്ര മൈതാനിയിലേക്ക് എത്തും. റോഷ്നി.